ഏകാത്മപ്രത്യസാരം ജാഗ്രതാദിസ്ഥാനേഷു ഏകോ അയം ആത്മേത്യവിചാരി യപ്രത്യസ്തേന അനുസരണീയം അഥവാ ഏകാത്മപ്രത്യസാരം പ്രമാണസ്യ തുര്യാധിഗമേ തുരീയസ്യാധിഗമേ തത്തുരീയം ഏകാത്മപ്രത്യസാരം. ഏകാത്മപ്രത്യസാരം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ് നമ്മുടെ ഭാഷകാരൻ പറയുന്നത്. രണ്ടാമെന്ന് പറയുന്നത് ഏകാത്മപ്രത്യസാരം എന്ന് പറയുന്നത് തുര്യനെ തന്നെ പറയുകയാണ്. തുരീയം ഏകാത്മപ്രത്യസാരം. ആദ്യം അതിന്റെ വ്യത്യാസം ഒന്ന് പരോക്ഷാർത്ഥമായി പറയുന്നു, രണ്ട് അപരോക്ഷാർത്ഥമായി പറയുന്നു. പരോക്ഷാർത്ഥമായി പറയുമ്പോൾ പ്രത്യയസേനാനുസരണീയം, ഇപ്പോൾ അത് പരോക്ഷമായിരിക്കുകയാണ്. തുര്യൻ തുര്യനെ കുറിച്ച് കേട്ടു, ശ്രവിച്ചു, പക്ഷെ സംഗതി പിടികിട്ടി. എന്താണ് നേരത്തെ തുര്യാധികനം, തുര്യനെ സംബന്ധിച്ചുള്ള ബോധ്യപ്പെടൽ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അനുസരണീയം, അനുസന്ധാനം ചെയ്യണം. അനുസന്ധാനം അതെങ്ങനെ അനുസന്ധാനം ചെയ്യണം? പ്രത്യയത്തിലൂടെ. പ്രത്യേകം ബോധം, ബോധത്തിലൂടെ അനുസന്ധാനം. എങ്ങനെയുള്ള ബോധം ഉള്ളതാണ്? അയം ആത്മാവ്യക്തി അഭിവിചാരി, ഒരിക്കലും മാറാതിരിക്കുന്ന ബോധം. ജാഗ്രതത്തിനും സ്വപ്നത്തിനൊന്നും മാറാതിരിക്കുന്ന ബോധം. എന്താണ് അയം ആത്മാ എന്ന് തന്നെ കുറിച്ചുള്ള ബോധം. ആത്മാ എന്ന് എല്ലായിടത്തും ആത്മശബ്ദം പ്രയോഗിക്കുന്നത് തന്നെ താനെന്നുള്ള അർത്ഥത്തിൽ, ഈശ്വരൻ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന അവിടെ പരമാത്മാ. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മാ തന്നെക്കുറിച്ച് ഒരിക്കലും മാറ്റമില്ലാതെയുള്ള ആ പ്രത്യേകം, തന്നെക്കുറിച്ച് ഒരിക്കലും മാറ്റമില്ലാതെയുള്ള ബോധം എന്താണ്? താനെന്നുള്ള ബോധം തന്നെ. താനെന്നുള്ള ബോധത്തിലൂടെ ഇതിനെ അനുസന്ധാനം ചെയ്യണം. ആ താനെന്നുള്ള ബോധം അതിനാണ് പല ഭാഷയിൽ പറയുന്നത്. ഞാനെന്നോ ഭാഷയ്ക്കനുസരിച്ച് മാറും. അത് ഭാഷയുടെ വ്യത്യാസം, ബോധത്തിൽ വ്യത്യാസം, ശബ്ദത്തിൽ വ്യത്യാസം. ശബ്ദത്തിൽ വ്യത്യാസം വരുമ്പോൾ അഹമെന്നോ അയ്യെന്നോ ഞാനെന്നോ താനെന്നോ വിഭിന്ന ശബ്ദങ്ങൾ ഉപയോഗിക്കും. ഏത് ശബ്ദവും അവരുടെ ഭാഷാസ്വാധീനം അനുസരിച്ച് ഉപയോഗിക്കും. ഇവിടെ ശബ്ദത്തെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ആ ശബ്ദത്തിലൂടെ വെളിപ്പെടുന്ന ബോധത്തെ അനുസന്ധാനം. അതാണ് പല ഭാഗങ്ങളും പറയാം. എന്താണ് അഹം എന്ന് ധ്യാനിക്കുന്നത്? ആത്മാവിന് അഹംഗ്രഹ ഉപാസന, അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കാൻ ചിലടത്ത് പറയും. അതൊക്കെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഉപാസനയുടെ രീതിയാണ്. ഇവിടെ മറ്റൊന്നും ചിന്തിക്കാം. അഹമെന്നുള്ള ബോധത്തെ തന്നെ അനുസന്ധാനം ചെയ്യുക. അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഹമെന്ന് പറയുന്ന ഏകമായ ബോധത്തെ തന്നെ മനസ്സിൽ നിലനിർത്തുക. ബോധം നമുക്ക് വിശദീകരിക്കണം. ആ ബോധം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. പക്ഷെ ആ ബോധത്തെ നിരന്തരം മനസ്സിൽ നിലനിർത്തുമ്പോൾ അനുസന്ധാനം ചെയ്യുക എന്ന് പറയുന്ന അതാണ്. സംഭവം നടക്കുന്ന മനസ്സിലാണ്, ബാഹ്യമായിട്ട്. അഹം എന്ന് പറയുന്നത് അനുഭവമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ധ്യാനിക്കുന്നതെല്ലാം അനുസന്ധാനത്തിൽ, ഇവിടെ പറയുന്ന അനുസരണീയം. അവിടെയെല്ലാം സാധാരണഗതിയിൽ നമുക്ക് വിഷയത്തെ സങ്കല്പിക്കേണ്ടി വരും. വിഷ്ണുവിന്റെ വിഷയത്തെ സങ്കല്പിക്കും. മനസ്സുകൊണ്ട് തന്നെ സങ്കല്പിച്ചിട്ട് അതേ മനസ്സുകൊണ്ട് തന്നെ
അതേ മനസ്സിൽ ആ സങ്കല്പത്തെ നിലനിർത്താൻ ശ്രമിക്കും. അതാണ് ധ്യാനം. അത്തരം വസ്തുക്കൾ എന്താണോ തികച്ചും ബാഹ്യമാണ്. ബാഹ്യമായതുകൊണ്ട് അതിനെ സങ്കല്പിച്ചെടുക്കുന്നു. അത് ധ്യാന ശ്ലോകങ്ങളിലും മറ്റും പറയും. ആ സങ്കല്പത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അത് ധ്യാനമാണ്. ആ സങ്കല്പത്തിൽ തന്നെ മനസ്സ് കൂടുതൽ തീവ്രമായി ഏകാഗ്രപ്പെട്ടു കഴിഞ്ഞു. സ്വയം മറന്നു ധ്യാനിക്കുന്നു എന്നുള്ളതിനെ വിസ്മരിച്ചിട്ട് അതിൽ ഏകാഗ്രപ്പെട്ടു കഴിഞ്ഞാൽ സമാധിയാവും. ധ്യാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കുന്നു എന്നുള്ള ബോധം, ആ ബോധം കാണും. താൻ ധ്യാനിക്കുന്നു എന്നുള്ള ബോധം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സ് കേവലം ജയാകാരമായി മാത്രം നിൽക്കും. മനസ്സിലത് മാത്രമേ ഉള്ളൂ, സമാധിയാണ്. പക്ഷെ അവിടെ എന്താണ് ഇവിടെ വേണ്ടി വരുന്നത്? മനസ്സിന് ആദ്യം ആ രൂപത്തെ സങ്കല്പിക്കേണ്ടി വരും. അഹം പ്രത്യേക ധ്യാനത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് സങ്കല്പിക്കേണ്ടി വരും. കാരണം അതവിടെ സ്വയം നിലനിൽക്കുകയാണ്. നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്നില്ല, ബാക്കിയുള്ളിടത്തൊക്കെ അത് ഉണ്ടാക്കും. ആത്മധ്യാനത്തിന് നിർദ്ദേശിക്കുന്ന ഒന്നാണ്. അതവിടെ നിലനിൽക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്നില്ല. അഹമെന്നുള്ള ബോധത്തെ നമുക്ക് കൃത്രിമമായി സൃഷ്ടിക്കേണ്ട കാര്യമില്ല, മനസ്സിനോട് സങ്കല്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതവിടെ ഉണ്ട്. പക്ഷെ ആ ബോധം എങ്ങനെ നിലനിൽക്കുന്നു? ശബ്ദാത്മകമായി നിലനിൽക്കുന്നു. ഈ ബോധത്തിൽ ധ്യാനിക്കുന്നവർക്ക് സമാധി അനുഭവപ്പെടും. എങ്ങനെ? കാരണം ശബ്ദാത്മകമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആ ശബ്ദാത്മകമായ അനുഭവത്തെ ഏകാഗ്രമായി മനസ്സിൽ നിലനിർത്താൻ ശ്രമിക്കും. അത് മാത്രം, മറ്റൊന്നും കൂടാതെ അത് മാത്രം അങ്ങനെ ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജ്ഞാനത്തിനൊരു ആകാരം, ഒരു വടിവുണ്ട്. അത് ശബ്ദത്തിന്റെ വടിവാണ്. അതാണ് അഹമെന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത്. ജ്ഞാനത്തെ സങ്കല്പിക്കാൻ പറ്റും, പക്ഷെ ജ്ഞാനത്തിൽ ഒരു ശബ്ദരൂപമുണ്ട്. അതുകൊണ്ടാണ് പലരും പലതരത്തിൽ ധ്യാനിക്കുന്നത്. ഒരാൾ അഹം എന്ന് ധ്യാനിച്ചാൽ വേറൊരാൾ ഞാനെന്ന് ധ്യാനിക്കും, വേറൊരാൾ കൈ എന്ന് ധ്യാനിക്കും. ഇവിടെ വരുന്ന വ്യത്യാസം എന്നാണ് ശബ്ദത്തിലെ വ്യത്യാസം. ആ ശബ്ദത്തിലെ വ്യത്യാസത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഇതിനെ അനുസന്ധാനം ചെയ്യുന്നത്. ആ അനുസന്ധാനം ഏകാഗ്രമായി വരുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ ശബ്ദത്തിലല്ല ജ്ഞാനം നിലനിൽക്കുന്നു, മറിച്ച് ജ്ഞാനത്തിൽ ശബ്ദം നിൽക്കുകയാണ്. എല്ലാവരിലും ആ ബോധസ്ഫുരണം, ആ ബോധസ്ഫുരണത്തിൽ ഈ ശബ്ദം നിൽക്കുകയാണ്. ഞാനെന്നോ അഹമെന്നോ ആത്മാവെന്നോ ഉള്ള ആ ശബ്ദം ആ ബോധത്തിൽ നിൽക്കുകയാണ്. ഒരാൾ ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ബോധത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത്. ആ സ്ഫുരണത്തെ, ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്ഫുരണത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമായി. മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പിൻവലിയിൽ നിന്നുള്ള മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ബോധത്തിന്റെ ഏറ്റവും ബാഹ്യമായ സ്ഥൂലമായ രൂപമാണ് ഈ ശബ്ദം. ആ ശബ്ദത്തെ മനസ്സ് വിടും. ശബ്ദത്തെ മനസ്സ് വിട്ടു കഴിഞ്ഞാൽ മനസ്സ് സമാധിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ സമാധി പറയുമ്പോൾ അവർക്ക് പ്രപഞ്ച വിസ്മരിക്കുന്നു. ഒരാൾക്ക് ധ്യാനത്തിൽ ഇത് ഉപാസനയാണ്, ഇത് ധ്യാനത്തിന്റെ വഴിയാണ്. അവിടെ പ്രപഞ്ച വിസ്മരിക്കുന്നു. നമ്പർ എന്താണ്? അതിനെക്കുറിച്ച് പലരും പല തരത്തിൽ വർണ്ണിച്ചു. എന്താണ്? അഹം എന്ന് പറയുന്നതിന് അനുസന്ധാനം ചെയ്തു, അവസാനം ഞാൻ എന്നെ തന്നെ വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ആ ശബ്ദാത്മകമായ ആ ബോധം നഷ്ടപ്പെട്ടു. ഇത് ശബ്ദത്തിനവിടെ നിലനിൽപ്പില്ലാതെ. ശബ്ദം എന്ന് പറയുന്നത് ഈ സ്ഫുരണത്തെ അനുസന്ധാനം ചെയ്യുന്നതിന് വേണ്ടി മനസ്സ് കത്തിച്ചിരുന്ന ഒന്നാണ്. മനസ്സ് കൂടുതൽ ഏകാഗ്രമായി വരുമ്പോൾ മനസ്സിന് പിന്നെ ശബ്ദത്തിന്റെ ആവശ്യമില്ല. മനസ്സെന്ത് ചെയ്യുന്നു? ശബ്ദാത്മകമായ രൂപത്തെ വിട്ടുകഴിഞ്ഞാൽ കേവലമായ ബോധസ്ഫുരണം മാത്രം ശേഷിക്കും.
ശബ്ദമില്ലാതെ. ഇപ്പോൾ പ്രപഞ്ച വിസ്മയം സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് പിന്നീട് പറയും. എന്താണ്, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഇവിടെ ഏതോ ഒന്നിൽ പെട്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ബോധം മാത്രം പ്രകാശിക്കുന്നു. അതിനെയാണ് സമാധി എന്ന് മറ്റും പറയുന്നത്. അതതിൻ്റെ ഉപാസന മാർഗത്തെ. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞു എന്താണ്, അപരോക്ഷമായിട്ടുള്ളതിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞു. ശബ്ദശ്രവണത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് തുര്യാധിഗമം ഉണ്ടാകും. അവിടെ സാധനാന്തരം ആവശ്യമില്ല, പ്രമാണം ആവശ്യമില്ല എന്നും പറഞ്ഞു. അവിടുത്തെ ആ തുര്യാധിഗമം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിനെ ഒഴിവാക്കലില്ല. ഇവിടെ അങ്ങനെ ഏകാഗ്രമായ ധ്യാനത്തിൽ, ഉപാസനയിൽ ബോധപൂർവം അല്ലെങ്കിൽ ശബ്ദം അവിടെ ഒഴിവാകുകയും കേവലം ഈ ബോധസ്ഫുരണം മാത്രം നിൽക്കുകയാണ്. പക്ഷെ തുര്യാധിഗമം അല്ലെങ്കിൽ ശ്രവണത്തിലൂടെയുള്ള തുര്യത്തിന്റെ ആ ബോധ്യപ്പെടൽ അവിടെ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. അതൊരു എന്താണ്, ബോധ്യപ്പെടൽ, അധിഗമം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട്. അവിടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് എന്താണ്, മനസ്സിൽ പ്രകാശിക്കുകയാണ്, സ്വയം പ്രകാശിക്കുന്നത്. അതതിൻ്റെ അപരോക്ഷമായ വസ്തു. അവിടെ ഏകാത്മപ്രത്യ സാരം എന്ന് പറയുന്നത് എന്താണ്, ആ തുര്യൻ തന്നെ. അവിടെ രണ്ടാമതൊരു അഭ്യാസത്തിന്റെ ആവശ്യം. അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ആദ്യം ഇവിടെ തുടങ്ങുന്നത് എന്താണ്, ഓം നിത്യ അക്ഷരം ഓം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓം എന്ന് പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം ആത്മാവിന്റെ പാദങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു. ഇനി തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ശ്രവണത്തിൽ തന്നെ അത് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു. ബോധ്യപ്പെടണമെന്നില്ല, ബോധ്യപ്പെട്ടെന്നും വരാം. പക്ഷെ ബോധ്യപ്പെടാത്തവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഗത്ത് പറയുന്നത്. പാദമാത്ര, പാദങ്ങളെക്കുറിച്ചും മാത്രകളെക്കുറിച്ചും. അത് എന്താണ്, അതിന്റെ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നത്. അഹംഗ്രഹ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നത്. അത് ഇതിന്റെ തന്നെ മറ്റൊരു തരത്തിലുള്ള സാധനം. ഏത് രീതിയിലായാലും ശരി, ഈ അജ്ഞാനം മാറുന്നതിന് വേണ്ടി ഒന്നുകിൽ ഉപാസനയാകാം, അല്ലെങ്കിൽ ആ ജ്ഞാനപ്രാപ്തിയാകാം, തുര്യാധിഗമമാകാം. രണ്ട് സംഭവിക്കും. അതാരിൽ എങ്ങനെ സംഭവിക്കും എന്നൊന്നും മറ്റൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. രണ്ടിനുള്ള വഴികളിലൂടെ പറയും. അതുകൊണ്ട് രണ്ടാമത് പറയും. ആദ്യം പറഞ്ഞത് അതിന്റെ അനുസന്ധാനത്തെക്കുറിച്ച്. അപ്പം ആത്മാവെന്ന് അനുസന്ധാനം ചെയ്യുക. അങ്ങനെ അനുസന്ധാനം ചെയ്താൽ ആത്മാവ് ഗുരുവിനെ വെളിപ്പെടുന്നു. മറ നീങ്ങി പ്രകാശിക്കുന്നു. അവിടെ ഒരു പരിശ്രമം ആവശ്യം. അനുസന്ധാനം പറഞ്ഞാൽ അനുസരണീയം, അനുസന്ധാനം ചെയ്യേണ്ടതാണ് എന്ന്. അഥവാ ഏക ആത്മപ്രത്യ സാരം പ്രമാണം യസ്യ തുരീയ അധിഗമേ. അടുത്ത് തുരീയ അധിഗമത്തിൽ അവന് പ്രമാണമായിരിക്കുന്ന എന്താണ്, ഒന്ന് മാത്രമേ ഉള്ളൂ പ്രമാണം. ആത്മപ്രത്യം, ആത്മബോധം. ആത്മബോധം എന്ന് പറയുന്നത് ഒരു മറവും കൂടാതെ അവന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റൊന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതിന് അനാദികാലമായി സംഭവിച്ച ആ മറ, അതിനെ ഗുരു മാറ്റി അങ്ങനെ ഉപദേശിച്ചു. ഈ തുര്യനാണ്, ഈ ആത്മാവാണ്, ഈ ബ്രഹ്മമാണ്, സ്വത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഏതെങ്കിലും രീതിയിൽ അതിനെ ബോധിപ്പിക്കും. ഗുരു ബോധിപ്പിക്കുന്നു, അതിനെ ബോധ്യപ്പെടും. അവിടെ മറ്റു പ്രമാണമൊന്നും ആവശ്യമില്ല. അതിനവിടെ പ്രമാണമായിരിക്കുന്ന എന്താണ്, തന്റെ അനുഭവം. ആത്മപ്രത്യേകത്തെ സ്വാനുഭവം. സ്വാനുഭവത്തിനപ്പുറം മറ്റൊന്നും അതിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അഹംസ്ഫുരണമുണ്ട്,
എല്ലാവർക്കും ഉണ്ടാകാം ഞാനെന്നുള്ള സ്ഥിതിയുണ്ട്. പക്ഷെ അത് ആത്മാനുഭവമായിട്ട് തെളിയുന്നു. ഞാനെന്നുള്ള ഒരു ബോധം മാത്രം. ശാസ്ത്രത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും എന്താണ് ആ ബോധം, ശരീരമല്ല, മനസ്സിലെല്ലാം. എന്നാലും അതൊരു അനുഭവമായി പ്രകാശിക്കുന്നു. സർവ്വ സംശയങ്ങളും ഇല്ലാതായി ഒരനുഭവമായിട്ട് തീരുന്നു. ശ്രവണം ചെയ്താലും വീണ്ടും സംശയങ്ങൾ. ഇതാണോ ആത്മാവ്? ഇതാത്മാവാകാമോ? ബോധം എങ്ങനെ ആത്മാവാകും? ഇത് ഇല്ലാതാകുന്ന ഇത്തരത്തിൽ പല സംശയങ്ങളും പഠിച്ചാൽ തന്നെ ഭ്രമാത്മകമായി പഠിക്കും. അങ്ങനെയൊക്കെ വരുന്നിടത്തുനിന്ന് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മപ്രത്യയത്തിലൂടെ അതിനനുസരിച്ചാണ്. അവിടെയാണ് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. പക്ഷേ മുഖ്യമായ രീതി അതല്ല. ഇവിടെ ആത്മാവിന് മറ്റൊന്നും പ്രമാണമാണ്. സംശയരഹിതമായ ഭ്രാന്തിരഹിതമായ അനുഭവം തന്നെ പ്രമാണം. അതിന് ശ്രവണം മാത്രം മതി, ഗുരുവിന്റെ ഉപദേശം മാത്രം മതി. ആത്മപ്രത്യസാരം പ്രമാണവേശ്യ തുര്യസ്യ അഭിഗമേ തുര്യം. ഇവിടെ എന്താണ്? രണ്ടാമതൊന്നുമില്ല, തുര്യം മാത്രമേ ഉള്ളൂ. അതിനാണ് ഇവിടെ ഏകാത്മപ്രത്യസാരം. തുര്യം തന്നെ ഏകാത്മപ്രത്യം. മറ്റതങ്ങനെയല്ല. ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം എപ്പോഴും നമ്മളെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെ നമുക്ക് ബോധിക്കാൻ കഴിയാതെ വരുമ്പോൾ, ശ്രവണം കൊണ്ട് ബോധിക്കാൻ കഴിയാതെ വരുമ്പോഴോ ആത്മീയത്തെയോ ഉപാസിക്ക. ശ്രുതിയും പറയുന്നത് എന്താണ്? ആത്മാവ് എന്ന് അന്തർമുഖമായി ആത്മമുഖമായി അതിനെ ഉപാസിക്കണം, ധ്യാനിക്കണം. ശ്രുതി പറയുന്ന ആത്മീയത്തെയോ ഉപാസിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ്. അത് താൻ തന്നെയെന്ന് ഗ്രഹിക്കാം. ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപാസനയുടെ ആവശ്യം. ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഉപാസിക്കണം. അപ്പോൾ ശ്രുതി രണ്ടു തരത്തിൽ പ്രയോജനപ്പെടും. വ്യക്തിക്കനുസരിച്ച്, വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച്. എന്റെ അന്ധകരണം അതിന് പാകമാണ്. ഗുരുവിന്റെ ഉപദേശം കൊണ്ട് അത് പ്രകാശിക്കും. കാരണം ഒരു തടസ്സം മാറുക എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവെന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതെന്ന് പറയും. ആ സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ബാക്കിയുള്ളതെല്ലാം വളരെ തുച്ഛമാണ്, നിസ്സാരമാണ്. ഇവിടെ ഈ പറയുന്ന ആവരണം, അജ്ഞാനം, മായ, മറ എന്നെല്ലാം പറയുന്നത് വളരെ നിസ്സാരമാണ്. ആത്മാവിന്റെ സ്വപ്രകാശവുമായിട്ട് അതിന്റെ സാന്നിധ്യത്തിൽ അതിന് നിലനിൽക്കുന്നതിന് ശേഷിച്ചമില്ലാത്തതാണ്. അത് അത്രയും തുച്ഛമായിരിക്കുന്നതുകൊണ്ട് ഗുരുപദേശം കൊണ്ട് തന്നെ അത് പ്രകാശിക്കും. അത് ആ മറ മാറുന്നതിന് അത് കാലത്തെപ്പോലും അപേക്ഷിക്കും. കാലത്രയാതീതമൊന്നും ഭൂതവർത്തമാന ഭാവികളെന്ന് അത് അപേക്ഷിക്കും. അതങ്ങനെ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഉപാസിത എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? അതിനെ ഉപാസിക്കണം. അതെങ്ങനെ? ആത്മപ്രത്യയത്തിലുണ്ട്. ആത്മപ്രത്യയം നമുക്ക് അനുഭവപ്പെടുന്നു ഞാൻ അങ്ങനെ ഉപാസിക്കും. അങ്ങനെ ഉപാസനയിലൂടെ അത് തുര്യാത്മകവും സംഭവിക്കും. രണ്ടു തരത്തിലായാലും എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള സംശയ ഭ്രമങ്ങൾ മാറുക. മറ അല്ലെങ്കിൽ അവിദ്യ, മായ എന്നൊക്കെ പറയുന്നത് എന്താണ്? തുര്യനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങളും തുര്യനെ സംബന്ധിച്ച് നമ്മളിലുണ്ടാകുന്ന ഭ്രമങ്ങൾ. അതാണ് ഭ്രമങ്ങളെന്ന് പറയുന്നത് നമ്മൾ ആർജിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആർജിക്കുന്ന നാനാതരത്തിലുള്ള അറിവുകൾ. തുര്യൻ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ നമ്മൾ ആർജിക്കുന്ന അറിവുകളെല്ലാം ഭ്രമങ്ങളായിരിക്കും. നമ്മൾ ആ ആർജിക്കുന്ന അറിവുകളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ് സംശയം. അങ്ങനെയാകാമോ, എങ്ങനെയാകാം? ഇത് രണ്ടും മാറുക. അത് ഏകാഗ്രമായ ധ്യാനത്തിലൂടെ മാറും.
ധ്യാനത്തിലൂടെ എങ്ങനെയാണ് ഈ ഭ്രാന്തിയും സംശയവും മാറുന്നത്? കാരണം അഹം എന്നൊരാൾ അനുസന്ധാനം ചെയ്യുമ്പോൾ, മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സ് ജ്ഞാനാർജനത്തിന് പിന്നെ ശ്രമിക്കുന്നു. വേറൊരു ജ്ഞാനത്തെ ആർജിക്കാനാണ് ശ്രമിക്കുന്നത്. പുതിയ അറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒന്നത് എന്തിനെങ്കിലും അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ധ്യാനത്തിൽ ചിന്തയില്ല. അവിടെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തെ അനുസന്ധാനം ചെയ്യുന്നേ ഉള്ളൂ. വേറെ നമ്മളെ ചിന്തിക്കേണ്ടി വരും. വേറെ ഏതെങ്കിലും ഒരു അറിവ് നമ്മൾ സമ്പാദിക്കുന്നു. അറിവിനെ സമ്പാദിച്ചാൽ ഭ്രാന്തി വരും. അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സംശയം. ഇത് രണ്ടും കൂടാതെയുള്ളതാണ് ഇവിടെ പറയുന്ന അനുസന്ധാനം, ആത്മാവിന്റെ അനുസന്ധാനം. അപ്പോൾ അവിടെ മനസ്സ് മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? സംശയത്തിനോ ഭ്രാന്തിക്കോ ഉള്ള അവസരം ഇതില്ല. പിന്നെ അവിടെ ഒന്നേ മാറേണ്ടതുണ്ട്. എന്താണ്? ഈ മനസ്സ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതിന് അപ്പം എന്നിങ്ങനെയുള്ളൊരു രൂപത്തെ സ്വീകരിക്കും. ശബ്ദാത്മകമായൊരു രൂപത്തെ സ്വീകരിക്കും. അത് മാറിപ്പോകും. അത് മാത്രമാണ് പിന്നെ അവിടെ മറയായിട്ട് ശേഷിക്കുന്നത്. അതെങ്ങനെ മാറിപ്പോകും? കാരണം സ്ഥൂലമായ മനസ്സാണ് ഈ അഹമെന്ന് പറയുന്ന ബോധത്തെ ആശ്രയിക്കുന്നത്. മനസ്സ് കൂടുതൽ സൂക്ഷ്മം, സ്വച്ഛമാകുമ്പോൾ, ശുദ്ധമാകുമ്പോൾ, ഏകാഗ്രമാകുമ്പോൾ അതിന് അത്തരം ഒരു ആലംബനത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു ആലംബനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് തന്നെ അവിടെ നിലനിൽക്കുന്നു. മനസ്സേ ഇല്ലാതെയാണ്, കേവലമായ ബോധം മാത്രം ഇരിക്കുന്നു. അതാണ് അനുസന്ധാനത്തിന്റെ ഫലമായി. അതാണ് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഞാൻ അകത്തെ അനുസന്ധാനം ചെയ്ത് മാറിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, പിന്നീടൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് കേവലമായ പ്രകാശത്തിലായിരുന്നു. ഇങ്ങനെയെല്ലാം അനുഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. 1000 സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കുന്ന പോലെയാണ് ഇത്തരത്തിലൊക്കെ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ തരത്തിലാണ്. ഇവിടെ രണ്ടും പറയും. അത് ഒരു ബോധ്യപ്പെടലാകാം. ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതൊരു പ്രകാശിക്കലാകാം, അല്ലെങ്കിൽ അനുസന്ധാനത്തിലൂടെ വരുന്ന ഒരു വെളിപ്പെടലാണ്. പ്രകാശിക്കലെന്ന് പറയുമ്പോൾ ശ്രവണത്തിൽ നിന്നുള്ള ഒരു പ്രകാശിക്കൽ. അവിടെയുള്ള ഒരു പ്രത്യേകത എന്താണ്? അവിടെ ഒന്നിനെയും മാറ്റേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. ജ്ഞാന ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം. ഉപാസനയിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് ബാക്കിയുള്ള എല്ലാത്തിനും തള്ളിക്കളയും. മനസ്സ് സ്വയം അതിനെ തന്നെ നിരാകരിക്കുക. ജ്ഞാനത്തിൽ അങ്ങനെ ഒരു ബോധ്യപ്പെടൽ മാത്രമാണ്. ലോകത്തെ നിന്നൊക്കെ മാറ്റിക്കളയും. ലോകത്തിൽ എന്തൊക്കെയുണ്ടോ, ഏത് രീതിയിലൊക്കെ ഉണ്ടോ, അതെല്ലാം ആ രീതിയിൽ തന്നെ നിൽക്കും. അതാണ് ജ്ഞാനത്തിൽ ജ്ഞാനിക്ക് വ്യവഹരിക്കാൻ കഴിയും. ജ്ഞാനിക്ക് ലോകകാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും. കാരണം ലോകം ഈ രൂപത്തിൽ നിൽക്കുന്നത് ജ്ഞാനത്തെ ബാധിക്കുന്നില്ല. ഉപാസനയിൽ അങ്ങനെയല്ല. ഉപാസനയിൽ പിന്നെ ഈ ലോകമില്ല. ലോകം ഉണ്ടെങ്കിൽ മനസ്സിന് ഏകാഗ്രമാവണമെങ്കിൽ ലോകം പാടും. ആ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കും. അതിനെയും നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ. അടുത്ത് അന്തഃപ്രജ്ഞത്വാദി സ്ഥാനി ധർമ്മപ്രതിഷേധ കൃതഃ. സ്ഥാനി ധർമ്മങ്ങളെല്ലാം നിഷേധിച്ചു. സ്ഥാനി ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു. വിശ്വ, തേജസ്, പ്രാജ്ഞ, ഇവരാണ് സ്ഥാനങ്ങൾ. അന്തഃപ്രജ്ഞനല്ല, തേജസ്സിനല്ല, ബുദ്ധിപ്രജ്ഞനല്ല, വിശ്വനല്ല, ഇങ്ങനെ നിഷേധിച്ചു. അക്കാര്യത്തെ പറയുകയാണ്. ഏകാത്മപ്രത്യസാരം. അത് കഴിഞ്ഞിട്ട് പറയുന്നു പ്രപഞ്ചോപശമം. ഇവിടെ പറയുന്നത് തുര്യനെ കുറിച്ചാണ്. തുര്യനും പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നു.
ജാഗ്രതാദി സ്ഥാനധർമാഭാവം ജാഗ്രത തുടങ്ങിയ സ്ഥാനധർമ്മങ്ങളുടെ അഭാവത്തെ പറയുന്നു. മുമ്പ് പറഞ്ഞല്ലോ, തുര്യൻ എന്ന് പറയുന്നത് സദാ പ്രകാശിക്കുന്നതാണ്. തുര്യനിലാണ് ജാഗ്രതാദി അവസ്ഥകൾ ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സദാ പ്രകാശത്തെ പറ്റും. അതില്ലെങ്കിൽ ഈ ജാഗ്രതാദി അവസ്ഥകൾക്ക് വന്നു പോകാനൊരു അടിസ്ഥാനമില്ലായിരുന്നു. ജാഗ്രതാദി അവസ്ഥകൾ വന്നു പോകുന്നതിനുള്ള ആധാരമാണ് ആ തുര്യൻ. ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദി അവസ്ഥകൾ എവിടെയാണ് നിൽക്കുന്നത്? വിശ്വതൈജസ പ്രാജ്ഞ എവിടെയാണോ നിൽക്കുന്നത്? വിശ്വനെയും തൈജസ്സിനെയും പ്രാജ്ഞനെയും ആശ്രയിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ ജാഗ്രതാദി അവസ്ഥകളോടുകൂടി നിൽക്കുന്ന വിശ്വതൈജസ പ്രാജ്ഞ അവർക്ക് ആധാരമായിരിക്കുന്നതാണ് തുര്യൻ. പ്രപഞ്ചം നിലനിൽക്കുന്നവിടെ വിശ്വാദികൾ, അത് ഉപശമിക്കുന്നവിടെ തുര്യന്. അതുകൊണ്ട് പറയുന്നു ഇത് പ്രപഞ്ച ഉപശമനമാണ്. തുര്യന്റെ സ്വരൂപത്തിൽ ഇതില്ലാന്നാണ്. എന്നാൽ ഇതെല്ലാം തുര്യനിലെ നിൽക്കുന്നത്, തുര്യനിലാണ് നിൽക്കുന്നെങ്കിലും അതിന്റെ സ്വരൂപത്തിലില്ല. പിന്നെ അതെങ്ങനെ നിൽക്കുന്നു? ആരോപിതമായി നിൽക്കും. ആരോപിതമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തുര്യന്റെ ആ സ്വരൂപത്തെ ബാധിക്കാതെ, തുര്യനെ സ്പർശിക്കാതെ, അത് തുര്യനെ ആശ്രയിച്ചത് നിലനിൽക്കും. തുര്യനെ സ്പർശിക്കാത്തതുകൊണ്ടാണ് പറയുന്നത് തുര്യനിൽ പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നത്. പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം അനുഭവപ്പെടുന്ന ആൾക്ക് വിശ്വനാണ് അനുഭവപ്പെടുന്നത്. ജാഗ്രതത്തിന് എടുത്തു കഴിഞ്ഞാൽ വിശ്വൻ അനുഭവപ്പെടും. വിശ്വൻ പ്രപഞ്ചത്തോടുകൂടി നിൽക്കുന്നു. ആ വിശ്വനെ ബോധിപ്പിക്കുകയാണ് എന്താണ്? നിന്റെ ഈ വിശ്വഭാവം, ഈ വിശ്വാത്മഭാവം, ഇത് നിന്റെ പരമാർത്ഥ സ്വരൂപത്തിനും ആരോപിതമാണ്. എന്നുവെച്ചാൽ നിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബാധിക്കാതെ, സ്പർശിക്കാതെ നിലനിൽക്കുന്നതാണ്. ഒരു വസ്തുവിനെ സ്പർശിക്കാതെ ഒരു വസ്തുവിൽ മറ്റൊന്ന് നീക്കുക. അതെങ്ങനെ സംഭവിക്കും? അത് മനസ്സിലാക്കി തരുന്നതിന് ഒരു യുക്തിയാണ് രജ്ജുസർപ്പത്തിന്റെ മറ്റു ഉദാഹരണം. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് അതുപോലെയാണെന്ന് പറയാം. സ്വയം പ്രകാശിക്കുന്ന, യാതൊരു തടസ്സവും കൂടാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുര്യന് ഈ ജാഗ്രത സ്വപ്ന തൈജസ പ്രപഞ്ചമൊന്നും നിലനിൽക്കുന്നില്ല പരമാർത്ഥം. അതുകൊണ്ട് അതിനെ പറയുന്നു പ്രപഞ്ചപരപ്രസനം. പ്രപഞ്ചം അവിടെ വിഷമിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് സംശയം വരും, എന്താണ് പ്രപഞ്ചവശമം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അഭ്യാസം ചെയ്ത് ഈ പ്രപഞ്ചത്തേക്ക് ഇല്ലാതെയാക്കി തുര്യനായിട്ട് നിൽക്കണമോ? എന്നാലേ പ്രപഞ്ചവശമം എന്ന് പറയുന്നത് ശരിയാകും. തുര്യനാകാൻ വേണ്ടി പ്രപഞ്ചത്തെ ഇല്ലാതാക്കും. ഏതെങ്കിലും അഭ്യാസത്തിൽ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്ന അഭ്യാസം നമുക്ക് സഹജമാണ്. എന്താണ്? ഉറക്കം. അവിടെ നമ്മൾ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്നു സഹജമായി. അപ്പോൾ പ്രപഞ്ച ഉപശമം എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മതിയായിരുന്നു, പറഞ്ഞു. പ്രപഞ്ച ഉപശമം പരമാർത്ഥത്തെ അതല്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന അത് നിദ്രയിലും മൂർച്ചയിലും മയക്കത്തിലൊക്കെ സംഭവിക്കുന്നു. ഇവിടെ പ്രപഞ്ച ഉപശമ സ്വരൂപമായിരിക്കുന്ന തുര്യനെ ബോധ്യപ്പെടുക. അതാണ് ഇവിടെ പ്രപഞ്ച ഉപശമം എന്ന് പറയുന്നത്. തുര്യനിൽ അതൊന്നുമില്ലാന്ന് ബോധ്യപ്പെടും. എന്റെ സ്വരൂപത്തിൽ അതൊന്നുമില്ലാന്ന് ബോധ്യപ്പെടും. അതിനെ കാണുന്നതോ ആരോപിതമായി കാണുന്നു എന്ന് മനസ്സിലാക്കും. ഒന്ന് തിരിച്ചറിയും. അതിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് പാരമാർത്ഥികമായ നിലനിൽപ്പില്ല. അത് തന്റെ അനുഭവ തലത്തിലോ തന്റെ വ്യാവഹാരികമായ തലത്തിലോ തുര്യന്റേതായ നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിലില്ല എന്ന് ബോധ്യപ്പെട്ടു. അതിനുവേണ്ടി പറയുന്നു അത് പ്രപഞ്ച ഉപശമമാണ്. അതാണ് ഇവിടെ പറഞ്ഞ ജാഗ്രതാദി സ്ഥാനധർമാഭാവിച്ചത് അതേവ ശാന്തം. പ്രപഞ്ച
ഈ കോലാഹലങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ആ തുര്യൻ ശാന്തനായിരിക്കും. ശാന്തി എന്ന് പറയുന്നത് എന്താണ്? ചിത്തവൃത്തികളാണ്. ചിത്തവൃത്തികളാണ് നമ്മൾ അശാന്തി എന്ന് പറയുന്നത്. മനോവൃത്തികളാണ് നമ്മൾ അശാന്തി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞല്ലോ, പ്രപഞ്ചം ആകവേ മനസ്പന്ദനമാണെന്ന് പറഞ്ഞു. ആ തുര്യന്റെ മനസ്പന്ദനമാണ് നേരത്തെ പറഞ്ഞു. അതാണിതെല്ലാം ഈശ്വരനും തൈശ്വരും പ്രാർത്ഥനയും പ്രപഞ്ചവും എല്ലാം ചിത്തസ്പന്ദനമാണ്. മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, തുര്യന്റെ സ്പന്ദനമാണ്. തുര്യൻ അങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുക തന്നെ തുര്യൻ അസ്പന്ദമായി നിലനിൽക്കും. അതാണ് ശാന്തം. ഇത് ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തുര്യന് അതിനുള്ള ശേഷിയുണ്ട്. എന്താണ്? അതിന് ഒരേ സമയം അസ്പന്ദമായും അതേസമയം സ്പന്ദിച്ചുകൊണ്ടിരിക്കും. അഗാധമായ സമുദ്രം, അതിന്റെ ആഴത്തിലെന്താണ്? അത് അസ്പന്ദമായി നിശ്ചലമായി. ഉപരിഭാഗത്തിലാണെങ്കിലോ ഒന്ന് സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണമായി പറഞ്ഞാണ്. അതുപോലെ തുര്യൻ അതിന്റെ സ്വരൂപത്തിൽ ശാന്തനായിരിക്കും. ഒരു വൃത്തികളും ഇല്ലാതിരിക്കും. തരംഗങ്ങളൊന്നും അവിടെ ഒരു ശാന്ത സമുദ്രമായിട്ടിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നതിനുള്ള അവിദ്യ, മായ, മറ ഇതെല്ലാം വരുന്ന ഒരു തരത്തിൽ ഈ ബോധസ്ഫുരണം നിലനിൽക്കും. വിശ്വതൈശ്വപ്രാജ്ഞരൂപത്തിലുള്ള ഈ സ്ഫുരണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവിടെ ശാന്തി. ശാന്തി, പരമാർത്ഥ ശാന്തി എന്ന് പറയുന്നത് ആ തുര്യനിലെ നമ്മൾ സാധാരണ പറയും എന്താണ്? നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വം ശാന്തനാണ്. ഇവിടെ ശാന്തി എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വരാം. ചിലപ്പോൾ മനസ്സിന്റെ ഒരു ശാന്തി വൃത്തിയാണ്. അങ്ങനെ ചിലപ്പോൾ മനസ്സിന്റെ വിക്ഷേപത്തെ തന്നെ നമ്മൾ ശാന്തി എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതിനോട് സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ പറയും ശാന്തിയാണ്. സന്തോഷമുള്ള ശാന്തി. കാരണം ഇവിടെ പറയും എന്താണ്? മനസ്സിന് വിശ്വന്റെ തലത്തിൽ, തിരിയുന്ന തലത്തിലല്ല, വിശ്വന്റെ തലത്തിൽ അശാന്തി ഉണ്ടാക്കുന്നതിന്റെ രാഗദ്വേഷാദികൾ മനോവൃത്തികളാണ്. അതാണ് അശാന്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ ശാന്തി ഉണ്ടാക്കുന്ന മനോവൃത്തി. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് തുര്യന്റെ സ്വരൂപമായ ശാന്തി. വിശ്വന് വളർന്നിരിക്കുമ്പോൾ അവന് ശാന്തനും അശാന്തനും ആകാം, രണ്ടും ആകാം. സങ്കല്പങ്ങളുള്ളപ്പോൾ നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട് ആ വിശ്വന് അശാന്തമാണ്, അസ്വസ്ഥനാണ്. എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് രാഗദ്വേഷങ്ങൾ അശാന്തി ഉണ്ടാക്കുന്നത്. നേടണമെന്നുള്ള ഒരാഗ്രഹം വരുമ്പോൾ ആഗ്രഹം അത് ശക്തമായ ചിത്തവൃത്തികളെ തുടർന്ന് കാരണം ആഗ്രഹം എന്ത് ചെയ്യും? നേടുന്നതിന് വേണ്ടിയുള്ള സങ്കല്പങ്ങളൊക്കെ അതെങ്ങനെ നേടാം, ഉപായങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ, ഇതെല്ലാം മനസ്സിന് ബാധിക്കും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? രാഗം, കാമം മനസ്സിനെ അശാന്തമാകും. അത് നേടുന്നതിന് വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളെല്ലാം, ആ ചിത്തവൃത്തികളെല്ലാം അത് അസ്വസ്ഥതയാണ്. അതിൻ്റെ ഒരു പരമ്പരയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതിന് ശാന്തി വരുന്നപ്പോൾ അത് നേടിക്കഴിയും. വളരെ പരിശ്രമിച്ചത് നേടിക്കഴിയുമ്പോൾ ഒരു ശാന്തി വരും. ആ ശാന്തിയും പരമാർത്ഥ ശാന്തിയല്ല. എന്തുകൊണ്ട്? അതും ചിത്തവൃത്തിയാണ്. അയാൾ എവറസ്റ്റിന്റെ മേൽ പോകണമെന്ന് വിചാരിച്ച് പരിശ്രമിക്കും. ആ പരിശ്രമം എന്ന് പറയുന്നത് വരുന്ന ചിത്തവൃത്തികളായി, നിരന്തരം ചിത്തവൃത്തികളായി അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശാന്തമാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കും, പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, ആ പ്രവൃത്തി എങ്ങനെ പൂർത്തിയാക്കാം, എത്ര ഭംഗിയാക്കാം,
ഇതെല്ലാം ചിത്തവൃത്തികളാണ്. ഈ ചിത്തവൃത്തികളെല്ലാം മനസ്സിന് അശാന്തി സൃഷ്ടിക്കുന്നു. നമ്മുടെ അനുഭവം അതാണ്. അവസാനം ആ പ്രവൃത്തി എപ്പോഴെങ്കിലും സഫലീകരിക്കും. പൂർണ്ണമാക്കി കഴിയുമ്പോൾ എന്തുവരുന്നു? ഈ ചിത്തവൃത്തികളെല്ലാം അവിടെ അടങ്ങും. അതുവരെ ഉണ്ടായിരുന്ന ചിത്തവൃത്തി അടങ്ങും. പുതിയ ചിത്തവൃത്തി എന്താണ്? പ്രവൃത്തിയുടെ സഫലീകരണത്തിൽ അതിന്റെ പൂർത്തിയിൽ വരുന്ന ചിത്തവൃത്തി എന്തായിരിക്കും? ഇത് ആനന്ദം. എവറസ്റ്റിന്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ താൻ നേടേണ്ടത് നേടി എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ അവിടെ എന്ത് വരുന്നു? അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം അവിടെ പോകും. ആർജിക്കുന്നതിനുള്ള നേടുന്നതിനുള്ള സങ്കല്പങ്ങൾ അനന്തമായ സങ്കല്പങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള പ്ലാനുകളും പദ്ധതികളും എല്ലാം അവിടെ അവസാനിക്കും. സന്തോഷം ശാന്തിയല്ല. എന്തുകൊണ്ട്? സന്തോഷം എന്നാൽ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും. രണ്ട് സന്തോഷം. ശാന്തിയിൽ കരയിലും ചിരിക്കലും, കരയും ചിരിക്കും. ശാന്തി എന്ന് പറയുന്നത് സുഖമാണ്, ആനന്ദമാണ്. അത് കരയും ചിരിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ കരയും ചിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? വീണ്ടും ചിത്തവിക്ഷേപമുണ്ടാകും. നേടിക്കഴിയുമ്പോൾ അവനെന്ത് വരുന്നു? മറ്റ് ചിത്തവൃത്തികളെല്ലാം ഒടുങ്ങി ചെയ്യും. അത് ദുഷ്പ്രയോജനമായി. നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ ചിത്തവൃത്തികളും സങ്കല്പം. ആ സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ ഈ സങ്കല്പങ്ങൾ എന്തിനാണ് ആശ്രയിച്ചിരുന്നത്? എല്ലാം അഹന്തയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഞാനെന്നുള്ള കേവലമായ അഹന്തയെ ആശ്രയിച്ച് നിൽക്കുകയാണ് സങ്കല്പം. അവിടെ ഇത് ആ സങ്കല്പങ്ങൾ ഒടുങ്ങുമ്പോൾ സന്തോഷിക്കുന്ന ആരാണ്? ഈ അഹന്തയാണ്. അഹന്തയെ ആശ്രയിച്ച് പുതിയ വൃത്തികളുണ്ടാകും. അവിടെ അസ്വസ്ഥനാകുന്ന ആരാണ്? ഈ സങ്കല്പങ്ങളെ കൊണ്ട് അഹന്തയാണ്. പിന്നീട് ആനന്ദിക്കുന്ന ആരാണ്? അതും അഹന്തയാണ്. പുതിയ ആനന്ദവൃത്തിയുണ്ടാകും. ആ ആനന്ദവൃത്തിയുടെ ബഹിസ്ഫുരണമാണ്, ബാഹ്യമായ പ്രകടനമാണ്. സന്തോഷമായും കരുത്തിലായും ഒക്കെ അത് ശാന്തിയാകും ആകത്ത്. എന്തുകൊണ്ട്? അവിടെ രണ്ടും വരുന്നുണ്ട്. ഇവിടെ രണ്ടും പ്രകടമാകും. കരുത്തിലും ചിരിയും പ്രകടമാകും. അത് ശാന്തമാണ്. ശാന്തം എന്ന് പറയുന്നത് ഇവിടെ വിശ്വനെ സംബന്ധിച്ച് ഏറ്റവും സൗമ്യമായ വൃത്തിയാണ്. മറ്റേതല്ല. നമ്മൾ സന്തോഷിക്കുന്നത്, ആനന്ദിക്കുന്നത് വിക്ഷിപ്തമായ വൃത്തികളാണ്. അതിന്റെ തീവ്രമായ വികാരഭാവങ്ങൾ ശരീരത്തിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം പ്രതിഫലിക്കും. സന്തോഷം. ശാന്തിയിലതല്ല. അങ്ങനെയുള്ള പ്രകടനങ്ങളൊന്നും മനസ്സിൽ കേവലമായ സുഖം മാത്രമേ, ബാഹ്യമായ വികാര വിജൃംഭണങ്ങൾ അതൊന്നും അനുഭവപ്പെടുത്തും. അതാണ് സന്തോഷവും ശാന്തിയും തമ്മിലുള്ള വ്യത്യാസം. വിശ്വനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമുക്ക് എന്താണ് ശാന്തി എന്നുള്ള അനുഭവമില്ല. നമുക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങളെ. കാരണം എന്തുകൊണ്ട്? നമ്മൾ ഒരുപാട് സങ്കല്പത്തിൽ പ്രവർത്തിക്കും. എന്തെങ്കിലും നേടുന്നുണ്ട്. നേടിക്കഴിയുമ്പോൾ നമുക്ക് ആനന്ദം വരും. ആനന്ദം ചിത്തത്തിന്റെ വിക്ഷേപമാണ്. പുതിയ സങ്കല്പങ്ങളാണ്, പുതിയ വൃത്തികളാണ്. അത് അഹങ്കാരം സംതൃപ്തമാണ്. ശാന്തമാകുന്നു. മനസ്സ് ശാന്തമാണ്. മനസ്സ് ശാന്തമാകുന്നതിന് അഹന്തയിൽ നിന്ന് സ്വതന്ത്രനായിരിക്കും. അഹന്തയെ ആശ്രയിച്ചുള്ള വൃത്തികളിൽ ഒരിക്കലും ശാന്തം. കാരണം ഈ അഹന്ത ശക്തമായ ചിത്തവൃത്തികളെ സൃഷ്ടിക്കുന്നതാണ്. ശാന്തിയിലതല്ല. ഈ ചിത്തവൃത്തികൾ അടങ്ങുന്നതാണ്, ഒതുങ്ങുന്നതാണ്. ആ ശാന്തിയുടെ അനുഭവം അന്ധക്കരണത്തിന്റെ തലത്തിൽ ഈ ഈശ്വരുണ്ടാകും. നമുക്ക് അനുഭവപ്പെടാം. നമ്മൾ ഈ സങ്കല്പങ്ങളുടെ ചിത്തവൃത്തിയുടെ പുറകെ പോയില്ലെങ്കിൽ ആ ചിത്തവൃത്തികളുടെ ഏറ്റവും ശാന്തമായ പ്രവാഹം അല്ലെങ്കിൽ സൗമ്യമായ പ്രവാഹത്തിലൂടെ നമുക്ക് ശാന്തി അനുഭവിക്കാം. ഇവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പരിചയമുള്ള എപ്പോഴെങ്കിലും നമ്മൾ പരിചയപ്പെടുന്ന ശാന്തി ഇത് വരാനുള്ള സമാധാനം, സ്വസ്ഥതയുണ്ട് എന്ന് പറയാൻ
അത്യധികമായി ആഹ്ലാദിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് സ്വസ്ഥമാണ്. എന്തുകൊണ്ട് അവിടെ ചിത്തം വിക്ഷിപ്തമായിരിക്കും? അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് സ്വസ്ഥമാണ്, ശാന്തമാണ്. മൂഢതയല്ല, അലസതയല്ല. എന്തുകൊണ്ട്? അവിടെയൊന്നും ലഭിക്കാത്തൊരു സുഖം ഇതാണ്. അതിന് അന്ധ ശീതളിമ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ശീലം. അതാണ് ശാന്തിയുടെ. തുര്യനെ സംബന്ധിച്ച് അതുമല്ല. ഈ ശാന്തി നമ്മൾ അനുഭവപ്പെടുന്നു എന്താണ്? തുര്യന് നിലനിൽക്കുന്നതാണ്. തുര്യനും ആരോപിച്ചിരിക്കുന്നതാണ്. അവിടെയും ചിത്തവൃത്തി ആശ്രയിക്കേണ്ടത്. അതിനതീതമാണ് തുര്യന്റെ സ്വരൂപമായിരിക്കുന്ന ശാന്തി. ആ തുര്യന്റെ സ്വരൂപത്തിൽ എന്താണ്? ചിത്തവൃത്തികളൊന്നും കൂടാതെയുള്ള ശാന്തി. ചിത്തവൃത്തികൾ നിന്നാലോ അതെല്ലാം ആരോപിതമായി നിൽക്കും. അതിനെ സ്പർശിക്കാതെ നിൽക്കും, അതിനെ ബാധിക്കാതെ നിൽക്കും. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വിള, അവിടെ കൊടുങ്കാറ്റ് വീശിയാൽ ആണെങ്കിൽ ദീപം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും പക്ഷെ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് വലിഞ്ഞു തണഞ്ഞു. അതിന്റെ സ്വഭാവം എന്താണ്? സ്വയം പ്രകാശിക്കുക എന്നുള്ളതാണെങ്കിലും അതിന് നിലനിൽക്കാൻ പറ്റും. അതുപോലെയാണ് സാധാരണ നമ്മുടെ ചിത്രത്തിന്റെ അവസ്ഥ. ഇതിന്റെ ഉള്ളിൽ ഈ അഹം എന്ന് പറയുന്ന പ്രകാശം, അത് ഈ തുര്യന്റെ പ്രകാശമാണ്. അതുകൊണ്ടാണ് അതിനെ അനുസന്ധാനം ചെയ്താൽ നമ്മൾ തുര്യനിൽ എത്തിച്ചേരുന്നത്. ഈ പ്രകാശം അഹം രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ ചിത്തവൃത്തികളാകുന്ന കാറ്റിൽ ഇത് കെട്ടുന്നു. ഉള്ളിൽ അന്ധകാരം. അന്ധകാരത്തിലാണ് ചിത്തവും നിരാശി ഭയവും ഇതെല്ലാം വരുന്നത്. അപ്പോൾ എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും സൂര്യപ്രഭയ്ക്ക് എന്ന് സംഭവിക്കുന്നു. അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ. എന്തുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്? കാരണം ഈ കൊടുങ്കാറ്റിൽ നിന്ന് അതിനെ നേരിട്ട് ബാധിക്കുന്നതിനുള്ള ശേഷി. സൂര്യന്റെ നില വേറെ, കാറ്റിന്റെ നില വേറെ. അതുപോലെ സൂര്യന്റെ നില വേറെ, ഈ ചിത്തവൃത്തിയുടെ നില വേറെ. സൂര്യനെ ഈ ചിത്തവൃത്തികൾക്ക് ബാധിക്കാൻ കഴിയത്തില്ല, അതിനെ സ്പർശിക്കാൻ കഴിയും. ഈ അഹംബോധത്തെ അതിനെ ബാധിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അഹംബോധം മറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ അത് അസ്വസ്ഥമാകും. നമ്മുടെ അസ്വസ്ഥത എവിടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? അഹത്തിലാണ്. ഞാൻ അസ്വസ്ഥനാണ്. അതാണ് അഹംബോധം മറയുന്നു എന്ന് പറയുന്നത്. ഞാൻ ദുഃഖിതനാണ്. അത് ഈ ചെറിയ ദീപനാളത്തെ കാറ്റുകൾ വിളയ്ക്കുന്നത് പോലെ. പക്ഷെ അതിനാധാരമായിരിക്കുന്ന ഈ ചെറിയ ദീപനാളത്തിനും ആധാരമായിരിക്കുന്ന എന്താണ്? സൂര്യബിംബമാണ്. ആ സൂര്യബിംബത്തിനെ സ്പർശിക്കാൻ ഇതിന് കഴിയുന്നു ഒരു കാറ്റും. അതുപോലെ ആ സൂര്യനെ ഈ ചിത്തവൃത്തികൾക്ക് സ്പർശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ വിശ്വഭാവത്തിലിരിക്കുമ്പോൾ ഇവിടെ കാറ്റടിച്ചാൽ ഈ വെളിച്ചം വലയും. കാറ്റ് കൂടുതൽ ശക്തമായി വീശാതിരുന്നാൽ അത് പ്രകാശിക്കും. ഇതാണ് ഇവിടുത്തെ ശാന്തിയും അശാന്തിയും. ഇവിടെ നമ്മൾ ആർജിക്കുന്ന ഏത് ശാന്തിയും നിമിഷം കൊണ്ട് മാറി വീണ്ടും അശാന്തി. കാറ്റെപ്പോഴും മാറി വീശും. അതേസമയം തുര്യ അധികമോ എന്ന് പറയുമ്പോൾ അത് സൂര്യന്റെ പ്രകാശം പോലെയാണ്. അത് സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചെറിയ കാറ്റായാലും ചക്രവാതമായാലും വെള്ളി കൊടുങ്കാറ്റായാലും അതൊന്നും സ്പർശിക്കുന്നു. അതാണ് തുര്യന്റെ സ്വരൂപത്തിലെ ശാന്തി എന്ന് പറയുന്നത്. സൂര്യനിലെ ശാന്തിയെ നമ്മൾ സങ്കല്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ചിത്തവൃത്തികൾ തുര്യനെ ബാധിക്കുന്നില്ല എന്ന് പരമാർത്ഥം. തുര്യപ്രാപ്തി അവനെ ജ്ഞാനിയെ ഈ ചിത്തവൃത്തികൾ ബാധിക്കുന്നില്ല.
അതുകൊണ്ടെന്താണ് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ശാന്തിക്ക് വേണ്ടിയിട്ടൊരിടമില്ല. നമ്മൾ ശാന്തിക്ക് വേണ്ടി അവിടെ പോകുന്നു, മലയുടെ മേളിൽ പോകുന്നു, ഗുഹയിൽ പോകുന്നു, പല സ്ഥലത്തും പോകുന്നു. അവിടെ പോയിട്ട് ശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ മുറി അടച്ചിരിക്കുന്നു, ജനങ്ങളെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങൾ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു, ആശ്രമത്തിൽ പോയിരിക്കുന്നു, മറ്റുള്ളവരൊക്കെ ശ്രമിക്കുന്നു, ശിശുരെ ഉണ്ടാക്കുന്നു, ശാന്തിക്ക് വേണ്ടി പലതും ചെയ്യുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ ശാന്തിക്ക് വേണ്ടി നമ്മൾ ഇടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ശാന്തി നേടിയെന്നും വരാം. ഏതെങ്കിലും ഗുഹയിൽ ചിലപ്പോൾ ഇരുന്നാൽ കുറച്ച് ശാന്തി വന്നെന്ന് വരും, വന്നില്ലെന്നും പറയാം. ശരിയാത്മത്തിൽ അങ്ങനെയാണ്. അവിടെ ഗുഹയെന്നോ നഗരമെന്നോ വ്യവഹാരമെന്നോ വ്യവഹാരശൂന്യതയെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ ലോകസംഗ്രഹ പ്രവർത്തനത്തിലിരിക്കുന്നത്. മഹാത്മാവാണെങ്കിൽ അവരുടെ ശാന്തിയെ ഇതൊന്നും ചിന്തിക്കുന്നു, ഈ വ്യവഹാരങ്ങളൊന്നും. എന്തുകൊണ്ട്? സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന കൊടുങ്കാറ്റ് പോലെയുള്ളൂ ഇവിടുത്തെ ഏതൊരു വ്യവഹാരവും സൂര്യനെ സ്പർശിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രപഞ്ചത്തിൽ ശാന്തിക്ക് വേണ്ടി ഒരിടം പ്രത്യേകിച്ചില്ല. അവരുടെ ഇടമെന്ന് പറയുന്നത് ഇവിടെ തുര്യനിൽ തന്നെ. അപ്പോൾ പരമമായ ശാന്തി എന്ന് പറയുന്നത് അതാണ്. അതാണ് രണ്ട് ശാന്തി എന്നുള്ള വ്യത്യാസം. ആ തുര്യൻ സ്വരൂപമായിരിക്കുന്ന ശാന്തിയെക്കുറിച്ചാണ്. എന്തുകൊണ്ട്? ആ തുര്യ അധിഗമത്തിലൂടെ ശാന്തി പ്രാപിക്കും. ബാക്കി ശാന്തിക്കുള്ള എല്ലാ ഉപായങ്ങളും താത്കാലികമാണ്. ഇവിടെ നിന്ന് ഓടി വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശാന്തി കിട്ടും. ഇനി വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശാന്തി കിട്ടും. കിട്ടിയേക്കാം, കിട്ടില്ല എന്ന് പറയുന്നില്ല. എന്തായാലും ശത്രുവിന്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും. ശത്രുവിന്റെ അടുത്ത് നിന്ന് ദൂരെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ശാന്തി ഉണ്ടാവും. പക്ഷെ അടുത്തൊരു ശത്രു അവിടെ വരുന്നതുവരെ ഉള്ള ശാന്തി. അതുകൊണ്ട് ആ ശാന്തി എന്താണ്? താത്കാലികമാണ്. താത്കാലികമേ അങ്ങനെ ഒന്നില്ലാന്നല്ല പറയും. ഇപ്പം നിഷ്പ്രയോജനമെന്നല്ല പറയും. പക്ഷേ ഇവിടെ ശാന്തിയെ കണ്ടെത്തേണ്ടത് ഇവിടെയൊന്നുമല്ല. ശാന്തിയെ കണ്ടെത്തേണ്ടത് ഉപനിഷത്ത് പറയുന്നത് എന്താണ്? ശാന്തിയെക്കുറിച്ച് പറയുന്നത് തുര്യന്റെ വിശേഷണമായിട്ടാണ്. തുര്യൻ ശാന്തനാണ്. നമ്മൾ ബോധിപ്പിക്കുന്ന എന്താണ്? ആ തുര്യ അഭിഗമനത്തിലൂടെ തുര്യ പ്രാപ്തിയിലൂടെ ശാന്തിയെ നേടുക. അതുകൊണ്ടൊരു ഉപായമായിട്ട് നമുക്ക് ഗുഹയോ കാടോ എന്ത് ഉപായത്തെ വേണമെങ്കിലും സ്വീകരിക്കാം. അനുകൂലമായ ഉപായങ്ങളെല്ലാം സ്വീകരിക്കാം. അത് വേണ്ടെന്നില്ല. പക്ഷെ ഏത് ഉപായത്തെ സ്വീകരിക്കുമ്പോഴും പരമാർത്ഥത്തെ ബോധിച്ചിട്ടായി. പരമാർത്ഥം എന്നതാണ്. എനിക്ക് ശാന്തി കിട്ടുകയെന്നുള്ളത് ഇവിടെ നിന്നല്ല, മറിച്ച് അവിടെ നിന്നാണ്. ഉള്ളിൽ നിന്നാണ് ശാന്തി വരാൻ. ബാഹ്യമായ നമ്മുടെ ചുറ്റുപാടുകളെ അനുകൂലമാക്കിയിട്ടല്ല ശാന്തി. അതുകൊണ്ടിവിടെ ശാന്തം എന്ന് പറയുന്നത് തുര്യന്റെ വിശേഷമായി പറയുന്നു. തുര്യൻ ശാന്തനാണ്, അതുകൊണ്ട് നീയും ശാന്തനാണ് എന്നാണ് പറയുന്നത്. നീയിപ്പോൾ അശാന്തി അനുഭവിക്കുന്നുണ്ടെങ്കിലും നീ ശാന്തനാണ്. അതുകൊണ്ട് നിന്റെ സ്വരൂപം ശാന്തനാണ്. എന്നാലും ആൾക്കാർക്ക് എന്താണ് അത് ശരി പരമാർത്ഥം, എന്നാലും ഒരു ശാന്തി സമാധാനമൊക്കെ നമുക്ക് വേണ്ട. വീണ്ടും ചോദിക്കും, തീർച്ചയായിട്ടും വേണം ഒരു ശാന്തി സമാധാനമൊക്കെ വേണം. പക്ഷേ അങ്ങനെ ഒരു ശാന്തി സമാധാനവും എന്നേക്കും ഉണ്ടാക്കാമെന്ന് കരുതരുത്. നമ്മുടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി ചുറ്റുപാടുകളെയൊക്കെ പരിഷ്കരിച്ച് ബാഹ്യമായി ഒരു ശാന്തിയ സമാധാനത്തെ നമുക്കെന്നും നിലനിർത്താമെന്ന് ആഗ്രഹിക്കും. അത് സാധ്യം. ആ പരമമായ ശാന്തി എന്ന് പറയുന്നത് ആ തുര്യനെ ഉള്ളതായിരുന്നു. അതിനെ ബോധ്യപ്പെട്ടാൽ തുര്യനായി നിന്നു കഴിഞ്ഞാൽ അവന് പരമമായ ശാന്തി. അല്ല
അല്ലാതെ ഇവിടെ ആർക്കും ശാന്തി വലിയ ആളായാലും ചെറിയ ആളായാലും അശാന്തനാണ്. ഉയർന്ന സ്ഥാനത്തുള്ളവർക്ക് താഴ്ന്ന സ്ഥാനത്തുള്ളവർക്ക് ധനവാനായാലും ശരി ദരിദ്രനായാലും പണ്ഡിതനായാലും ശരി പാമരനായാലും അജ്ഞനായാലും ശരി വിജ്ഞനായാലും രണ്ട് സ്ഥലത്തും അശാന്തി ഒരുപോലെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ആ പരമാർത്ഥ സത്യത്തെ നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതി പറയുന്നത് തുര്യൻ ശാന്തനാണ്. ശാന്തി വേണമോ? ആ തുര്യ അധിഗമം, അതെല്ലാം ഇവിടെ തുര്യ പ്രാപ്തി, അതല്ലാതെ ആ തുര്യനെ ബോധിക്കുന്നത്, തുര്യനെ സാക്ഷാത്കരിക്കും. അല്ലെങ്കിൽ ആ തുര്യ അനുഭവം, ഭാഷകാരൻ വിജ്ഞന്മാരുടെ അനുഭവം, തുര്യ അനുഭവം അതിൽ നിലനിൽക്കുക. അതിൽ നിലനിൽക്കുമ്പോൾ വിശ്വതൈസ പ്രാജ്ഞന്മാരെല്ലാം ചോദിക്കും. അതിൽ നിലനിൽക്കുമ്പോൾ ഒരു ചോദ്യമില്ല. അതിൽ നിലനിൽക്കാത്തതുകൊണ്ടാണ് ചോദ്യം. അതാണ് ആൾക്കാർ ചോദിക്കുന്നത്. ജ്ഞാനി ഉറങ്ങുന്നു. ചോദ്യം ജ്ഞാനിയുടെ അല്ല, അജ്ഞന്റേതാണ്. നിങ്ങൾക്ക് ആ ചോദ്യം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അജ്ഞനായിരുന്നു ചോദ്യം ഒഴിവാക്കാൻ പറ്റും. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനിയായി തന്നെ ഇരിക്കുക. വേറെ അജ്ഞാനിയായി ചോദ്യം തുടരുന്നതിനും നല്ലത് ജ്ഞാനിയായി ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്നു. അതല്ലാതെ വേറെ വഴി. അതുകൊണ്ട് ആ ശാന്തിയിൽ, പരവുമായ ശാന്തിയിൽ, പിന്നെ ഈ ജാഗ്രത സ്വപ്ന സുഹൃത്തുക്കൾ അതൊക്കെ ഉണ്ടായിരിക്കുന്നു. പ്രപഞ്ചം ഇങ്ങനെ തന്നെ കാണുന്നു, വ്യവഹാരം ഇങ്ങനെയൊക്കെ നടക്കുമോ? ആ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. എന്തുകൊണ്ട്? ചോദ്യങ്ങളെന്ന് പറയുന്നതാണ് ശാന്തി. ഇവിടെ പറയുന്നതിനെ കുറിച്ച് ശാന്തിയെക്കുറിച്ചാണ്. പിന്നെ അവിടെ എങ്ങനെ ചോദ്യം, അവിടെ എങ്ങനെ ചോദ്യം വരും? ചോദ്യമില്ല, സമാധാനമില്ല. ആ ഒരു നിലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേവ ശാന്തം ശിവം, അതാണ് മംഗളം. ശാന്തം എന്ന് പറഞ്ഞാൽ മംഗളമാണ്. ശിവം മംഗളം, ആനന്ദം. ആ ശാന്തിയിൽ ആനന്ദവും. സുഖത്തിൽ ആനന്ദവും പറഞ്ഞല്ലോ. നമ്മുടെ സുഖത്തെ ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. മോക്ഷത്തെ പോലെ നമ്മൾ കാണുന്നത് എന്താണ്? വലിയൊരു സുഖമായിട്ടാണ്. ഇപ്പോൾ ഉള്ളതിലും വലിയൊരു സുഖം. അങ്ങനൊരു സുഖമായിട്ടാണ് മോക്ഷത്തെ കാണുന്നത്. നിങ്ങൾ ഏറ്റവും വലിയൊരു സുഖത്തെ സങ്കല്പിച്ചാൽ അത് സ്വർഗമേ ആകത്തുള്ളൂ. മോക്ഷമാണ് ഏറ്റവും വലിയൊരു മോക്ഷത്തെ പറയുമ്പോൾ ഭൂമ ആനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അവസാനം പറയുന്നതാണ് സാന്തോദ്യം. ഭൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഭാഷകാരൻ പറയുന്നത് ആ തുര്യൻ തന്നെ. അവിടെ വേറിട്ടൊരു സുഖമില്ല. തുര്യനായിരുന്നുകൊണ്ട് പിന്നെ ഒരു ആനന്ദത്തെ അനുഭവിക്കുക, അങ്ങനെയൊന്നുമില്ല. അടുത്ത് പറയുന്നതാണ് ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, അനുഭവിക്കുന്നവൻ, അനുഭവ വിഷയം, അനുഭവം, ഇതിനൊക്കെ അപ്പുറമാണ്. അവിടെ പോയിരുന്നൊരു വലിയ ആനന്ദത്തെ അനുഭവിക്കുക, വലിയൊരു പാൽപ്പായസം കുടിക്കുക, അതുപോലെ സങ്കല്പങ്ങളാണ്. നമ്മളിവിടെ നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മൾ സുഖത്തെ ആർജിക്കുന്നു. ആ സുഖത്തെ സംബന്ധിച്ച് വിശേഷങ്ങളല്ല വലിയ 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 സുഖങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മുടെ സങ്കല്പത്തിലുള്ള സുഖങ്ങളൊന്നുമില്ല. തുര്യന് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവൻ സുഖസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. സുഖസ്വരൂപവും ആനന്ദസ്വരൂപമായിരുന്നാൽ പിന്നെ നമ്മളുടെ സങ്കല്പത്തിലുള്ള സുഖാനുഭവവും സങ്കല്പത്തിലുള്ള ആനന്ദാനുഭവവും അവിടെ ഇല്ല. അതിന്റെ ആവശ്യം വരുന്നില്ല എന്ന് നമുക്ക് യുക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? ശിവമാണ്. അത് ശിവസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, ശിവസ്വരൂപമാണ്. അവിടെ നമ്മൾ ആർജിച്ച് നിലനിർത്തി സംരക്ഷിക്കേണ്ട സുഖങ്ങളൊന്നും തന്നെ അവിടെ നമ്മൾ സങ്കല്പത്തിലൂടെ അവസാനം വളരെ സങ്കല്പങ്ങൾ എന്തെങ്കിലും ഒരു സുഖത്തെ നേടുന്നതിന് വേണ്ടി ഒരുപാട് സങ്കല്പിച്ച് അവസാനം കരഗതമാകുമ്പോൾ നമുക്കൊരു വലിയ ആനന്ദം കിട്ടിയെന്നിരിക്കട്ടെ.
അത് പരമാർത്ഥത്തിലുള്ള ആനന്ദമാണ്. എന്തുകൊണ്ട്? ആനന്ദത്തിന് ഏറ്റക്കുറച്ചില്ല. ആനന്ദത്തിന് പല ഭാവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആനന്ദത്തിന് നമ്മൾ കരഞ്ഞു പോകുന്നതും തിരിച്ചു പോകുന്നതും. നമ്മളിൽ ഒരുപാട് വികാര പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുന്നത് തുര്യന്റെ സുഖമാണെങ്കിലും അത് നിശ്ചലമാണ്. അവിടെ ബാഹ്യമായിട്ടൊന്നും നിശ്ചലമാണ്, നിശ്ചലത. അതാണ് അതിന് പറഞ്ഞിരിക്കുന്നത് പോലെ ശാന്തമാണ്, അത് ശിവമാണ്. പരമമായ നിശ്ചലതയാണ്, ശിവസ്വരൂപമാണ്. അദ്വൈതം. അതുകൊണ്ട് തന്നെ എന്താണ് അദ്വൈതവുമാണ്. അവിടെ നേടാനൊന്നുമില്ല, കളയാനുമില്ല, ആർജിക്കാനൊന്നുമില്ല, ഉപേക്ഷിക്കാനുമില്ല. ഏകമായിരിക്കുന്നു. അദ്വൈതം എന്തുകൊണ്ട് പറഞ്ഞു? നമുക്ക് പരിചയമുള്ളത് ദ്വൈതമാണ്. നമുക്ക് പരിചയമുള്ള ദ്വൈതം എന്താണ്? ജാഗ്രത സ്വപ്ന സുഷുപ്തി. അല്ലെങ്കിൽ ഇതിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വതൈസ പ്രാജ്ഞം. അതാണ് ദ്വൈതമെന്നുള്ളത്. ഈ പ്രപഞ്ചത്തെ, ദ്വൈതാനുഭവത്തെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം. വിശ്വതൈസ പ്രാജ്ഞഭാവത്തിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി. ഇതിന് ആധാരമായിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന അദ്വൈതം. ഇതിനെ നിലനിർത്തുന്നതും ഇതിനെ ഇല്ലാതാക്കുന്നതുമാണ് അദ്വൈതം എന്നത്. അദ്വൈതം എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നു, ഇതിനെല്ലാം നിരാകരിക്കുകയും ചെയ്യും. അത് രണ്ടും ഇവിടെ സംഭവിക്കും. ഇതിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അദ്വൈതനായിരിക്കുന്ന തുര്യന് ഇതെല്ലാം ആരോപിതമായി സ്പന്ദനങ്ങളായി നിലനിൽക്കും. ഇതിന് നിരാകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? അദ്വൈതനായിരിക്കുന്ന തുര്യന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഇതിനൊന്നും നിലനിൽക്കും. അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പൊ അദ്വൈതത്തിൽ ഇതൊന്നും ബാധകമല്ല. പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ് അദ്വൈതം. ഈ കാണുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തികളോ വിശ്വതൈസ പ്രാജ്ഞന്മാരോ ഒന്നും അദ്വൈതത്തെ ബാധിക്കുന്നതല്ല. അതിനെങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുന്നവന്ന്, അതിനെന്തെങ്കിലും ന്യൂനത ഉണ്ടാക്കുന്നവന്ന്, അതിനെന്തെങ്കിലും അസ്വസ്ഥതയോ പോരായ്മകളോ കഴിവുകേടോ ഒന്നും ഉണ്ടാകുന്നവയല്ല. ഇതവിടെ നിൽക്കാതിരിക്കും. അദ്വൈതത്തെ സംബന്ധിച്ച് തുര്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. ഇതൊന്നും ഒരു സ്ഥലത്ത് മാറി പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. മായാ മാത്രം ഇതം സർവവും. അപ്പോ ഈ തുര്യാധിഗമത്തെ പ്രാപിച്ചു, തുര്യത്തെ സാക്ഷാത്കരിച്ചു. നമ്മൾ സാധാരണ കേൾക്കുന്ന ഭാഷ, ഞാൻ സാധാരണ പറഞ്ഞു വരുന്ന ഭാഷ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അത് തെറ്റിദ്ധാരണയുണ്ട്. തുര്യത്തെ സാക്ഷാത്കരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളോ അല്ലെങ്കിൽ വിശ്വദേശ പ്രാജ്ഞന്മാരോ ഒന്നും ചോദിക്കുന്നതാണ്. ഇതുണ്ടായാൽ അതുണ്ടാകും, ഇതതിനെ വർദ്ധിക്കുമോ, ഇതതിനെ ബാധിക്കുമോ, ഇത് നിന്നാൽ ജ്ഞാനം ഉണ്ടാകുമോ, നശിക്കുമോ, ഇത്തരം ചോദ്യത്തിനൊന്നും അവിടെയില്ല. മറിച്ച് ഇതിനെല്ലാം സാധകമാണ്. ബാധകമല്ല, സാധകമാണ്. എന്ത്? തുര്യന്റെ നിജസ്ഥിതി, അത് ആണ് ഇതിനെല്ലാം സാധകമായിരിക്കും. ഞാനീ സംബന്ധിച്ചിടത്തോളം പറയുന്നതിന്റെ താല്പര്യമാണ്, ഈ പ്രപഞ്ചമോ ഈ പ്രപഞ്ചത്തിലെ ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളോ ഒന്നും തന്റെ ജ്ഞാനത്തെയോ തന്റെ സ്വരൂപത്തെയോ ഒന്നും സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നു. എന്താണ് ഉപാസനയും ഇതിന്റെ ബോധ്യപ്പെടലും തമ്മിലുള്ള വ്യത്യാസം? ഉപാസനയും നമ്മൾ ഇതിനെയൊക്കെ വിസ്മരിക്കാം, സുഹൃത്തെ വിസ്മരിക്കുന്നു. അതുപോലെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കാം. സമാധിയെന്നോ ഇതിനെല്ലാം ഒഴിവാക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, മനസ്സിനുള്ളിൽ തന്നെയുണ്ട്. ഇതിനെയൊക്കെ ഒഴിവാക്കാവുന്ന സ്ഥലങ്ങൾ. അതാണ് സുഷുപ്തിയും മൂർത്തിയും സമാധിയും. തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒഴിവാക്കാനൊന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനത്തെ ഈ പ്രപഞ്ചം ഒരിക്കലും അസ്വസ്ഥമാക്കുന്നില്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തി ഒന്നോടെ
അസ്വസ്ഥമാക്കുന്നത്. എന്തുകൊണ്ട്? ഇതിന് സാധകമായിരിക്കും. എന്നുവെച്ചാൽ ഇതിനെ നിലനിർത്തും. ജീവനുള്ള പാമ്പിനെ നമുക്ക് ഭയക്കും, അത് കടിക്കും, അല്ലെങ്കിൽ അത് കത്തി കിടത്തി നമ്മൾ ഭയപ്പെടുത്തും. അപ്പോൾ അതിനെ ഭയന്നേ പറ്റും. അതിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കും. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ ലോകം എന്ന് പറയുന്ന ഒരു ജീവനുള്ള പാമ്പാണ്. അതിനാൽ നമ്മളതിനെ ഭയക്കും. തത്വജ്ഞാനിയും ഇതിനെ ഭയക്കേണ്ടതല്ലേ എന്ന് നമ്മൾ ശങ്കിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളെ ഭയപ്പെടുന്നു. അപ്പൊ തത്വജ്ഞാനത്തിൽ ഇതൊക്കെ നിലനിന്നാൽ വീണ്ടും ജ്ഞാനി ഇതൊക്കെ അസ്വസ്ഥനാക്കുകയല്ലേ എന്ന് നമ്മൾ ഭയപ്പെടും. നമ്മുടെ ഭയം അസ്ഥാനത്തുള്ള കാരണം എന്തുകൊണ്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള സർപ്പമാണ്. പക്ഷെ നമ്മൾ തന്നെ ചിന്തിക്കുക, ആ സർപ്പം തന്നെ മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഭയപ്പെടാറില്ല. എന്തുകൊണ്ട്? അതിന് പിന്നെ മണം വിടർത്താൻ കഴിയില്ല, ധംസിക്കാൻ കഴിയില്ല. ചത്ത പാമ്പിനെ നമ്മൾ ഭയക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് നിലനിന്നാൽ ഒരർത്ഥത്തിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ചത്ത പാമ്പാണ്. അപ്പോൾ ജ്ഞാനിയുടെ കാന്തിയെ ഭഞ്ജിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള കഴിവും ചത്തുപാമ്പിന് ഇങ്ങനെ നമ്മൾ ഭയപ്പെടുത്തുന്നു. എന്നാൽ ചത്തു എന്നതുകൊണ്ട് അത് നമ്മുടെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ട്. അല്ല, പാമ്പ് ചത്തിട്ട് മുമ്പിൽ തന്നെ കിടക്കും, പക്ഷെ ഭയപ്പെടുത്തുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചും അങ്ങനെയാണ്. തത്വത്തിന്റെ വ്യവഹാരങ്ങൾ എല്ലാം ഈ ചത്ത പാമ്പിനെ കാണുന്ന പോലെയാണ്. ഓരോ തരത്തിലും അത് തന്നെ സ്പർശിക്കുന്നു. ആ സമയത്ത് തന്നെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു? പ്രപഞ്ചം നിലനിൽക്കും. അതിന് സാധകം പോകും. മറിച്ചത് തന്റെ ജ്ഞാനത്തിനെ അത് ബാധിക്കുന്നില്ല. ആ സമയം നമ്മുടെ ജ്ഞാനത്തെ ഇത് ബാധിക്കുന്നു. ഈശ്വരന്റെ ജ്ഞാനം. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ജ്ഞാനത്തെ ആർജിക്കുന്നു, പല അറിവുകൾ സമ്പാദിക്കുന്നു. ആത്മാവിന് സച്ചിദാനന്ദമാണെന്ന് വർണ്ണിക്കുന്നു, തുര്യനെ കുറിച്ച് പറയുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ജ്ഞാനം മറിഞ്ഞു. ആരാർജിച്ചത്? ഈശ്വരൻ. അവനിൽ മറ്റു വ്യക്തികൾ വരുമ്പോൾ ഈ വൃത്തി മറന്നു. അവിടെ സംഭവിക്കാം. അതുകൊണ്ട് അവൻ അശാന്തനാകാം. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജ്ഞാനി ഇവിടെ ഒന്നും ആർജിച്ചില്ല, ഒരു ജ്ഞാനത്തെയും ആർജിച്ചില്ല. മറിച്ചെന്താണ്? എന്താണോ സ്വയം പ്രകാശത്തിന് തടസ്സമായി നിന്നത് മാറിപ്പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ശാന്തമായും ശിവമായും നിൽക്കുന്നു, മംഗളസ്വരൂപമായി നിൽക്കുന്നു, ആനന്ദസ്വരൂപമായി നിൽക്കുന്നു. ആ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ ആനന്ദത്തിന് വ്യത്യസ്തത. നേരത്തെ പറഞ്ഞ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെങ്കിലും ഒന്ന് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആനന്ദം, വലിയ ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് ചിത്തവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് നശിച്ചു. ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ശിവം. ശാന്തം എന്ന് പറഞ്ഞാൽ തുര്യന്റെ വിശേഷമാണ്, തുര്യന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് അതെന്നും ആ രീതിയിൽ തന്നെ ഇരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, തുര്യനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് പറയുന്നത്. ശാന്തമാണ്, ശിവമാണ്, അതുകൊണ്ട് തന്നെ അത് അദ്വൈതമാണ് എന്ന് പറയുമ്പോൾ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളും വിശ്വതൈസ പ്രാജ്ഞന്മാരും എല്ലാം സാധകമായിട്ടാണ് നിൽക്കുന്നത്. ഇതിനല്ല, ഇതെല്ലാം ആ തുര്യനും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും തുര്യനെ സ്പർശിക്കുന്നില്ല, തുര്യനെ ബാധിക്കുന്നില്ല. നമ്മുടെ ഭാഷകാരൻ പറയും എന്താണ്? തുര്യസ്ഥിതനായിരിക്കുന്നത്, പ്രപഞ്ചസ്ഥിതനല്ല. വിശ്വതൈസ പ്രാജ്ഞന്മാരെ സ്ഥിതി ചെയ്യുന്നവരല്ല. തുര്യസ്ഥിതനായിരിക്കുന്നവനെ ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ദ്വൈതമില്ല, അവൻ അദ്വൈതനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് ആ തുര്യന്റെ വിശേഷമാണ്. അത് പറയുന്നു ഭേദവികൽപ്പഹിതം. അവിടെ ഭേദങ്ങളില്ല, വികല്പങ്ങൾ. വികല്പങ്ങളെന്ന് പറയുന്ന ഈ ചിത്തവൃത്തികൾ, ഈ സ്ഥാനങ്ങളും സ്ഥാനികളും, ജാഗ്രതാദി അവസ്ഥകളും വിശ്വാദിഭാവങ്ങളും
അതാണ് ഭേദം, വികല്പം. ഒന്നും അവിടെ ഇല്ല. അതിന് ചതുർത്ഥം മുന്നീത്തെ ചതുർത്ഥമൊക്കെ തിരിയും. ചതുർത്ഥത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് തിരിയെന്ന് പറഞ്ഞാൽ നാലാമത്തതെന്ന് വാക്യാർത്ഥം. ഇവിടെ വാക്യാർത്ഥത്തെ അല്ല എടുക്കേണ്ടത്. ഇവിടെ എന്താണ് ഈ മൂന്നിൽ നിന്നും വിലക്ഷണമായത്. മൂന്നെന്ന് പറയുമ്പോൾ വിശ്വതൈസ പ്രാചീനമാണ്. അതിൽ നിന്നും വിലക്ഷണം ഭിന്നമായ സ്വരൂപത്തോട് കൂടിയത് വിലക്ഷണം. അതിന്റെ ഭിന്നസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്, ഇതിനൊന്നും സ്പർശിക്കാൻ കഴിയാത്തത്, ഇതിനെല്ലാം നിലനിർത്തുന്നത്, ഇതിൽ നിന്നെല്ലാം സദാ മുക്തമായിരിക്കുന്നത്. അതാണ് അതിന്റെ വിലക്ഷണം. അങ്ങനെ എത്ര മാത്രം വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കും. ഇതെല്ലാം അശാന്തമായിരിക്കുന്നു, അത് ശാന്തമായിരിക്കുന്നു. ഇതെല്ലാം അമംഗള രൂപത്തിലിരിക്കുന്നു, അത് സുഖമായിരിക്കുന്നു. ഇതെല്ലാം ദ്വൈത രൂപത്തിലിരിക്കുന്നു, അത് അദ്വൈതമായിരിക്കുന്നു. ഇത് പ്രപഞ്ചമാണെങ്കിൽ അത് പ്രപഞ്ചവശവുമാണ്. ഈ തരത്തിൽ അതിനെ മനസ്സിലാക്കണം. ആത്മാ സവിജ്ഞേയ എന്ന് നടത്തി പറയുന്നു. ആ ശരീരം പ്രതീയമാണ് പാദത്ര അവരക്ഷിക്കുന്നു. കുര്യന്റെ അർത്ഥം പറയും. അങ്ങനെ ധരിച്ചു കളയുന്നത് ഇപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഒന്നാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും ഒന്നും ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് പറയുകയാണ് കുര്യൻ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഏതോ ഒരു അവസ്ഥയിൽ പോയി നമ്മൾ സാക്ഷാത്കരിക്കേണ്ട ഒന്നാണെന്നൊന്നും എന്നോട് പറയും. മറിച്ചെന്താണ് ഈ പാദത്രയത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കും എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഹൃത്തിക്കുമെല്ലാം ആധാരമായിരിക്കുന്നു. അതിനാധാരമായിരിക്കുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നാലേ പറ്റും. ഇവിടെ ഉണ്ടായിരുന്നാലേ അതിന് ഈ ജാഗ്രതത്തിന് നിലനിൽക്കാൻ പറ്റും. അതിനെ ആശ്രയിച്ചാണ് ഈ ജാഗ്രത നിലനിൽക്കുന്നത്. ജാഗ്രത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തുര്യനും നിലനിൽക്കും. ആ ജാഗ്രതത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്നതാണ് തുര്യൻ. അതുകൊണ്ട് തുര്യൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ എന്നുള്ള അർത്ഥം കൊടുക്കരുത്. മൂന്ന് പാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവത്തോട് ആ വ്യത്യസ്തതയിൽ നിർത്തുവാൻ ആത്മാ വിജ്ഞേയ, ആത്മാവ് വിജ്ഞേയനാണ്, അറിയേണ്ടവനാണ്. ഇവിടെ ഭാഷകാരൻ അതിന് വ്യാഖ്യാനം പറയും. ഇതുവരെ പറഞ്ഞത് എന്തിനെ കുറിച്ച്? തുര്യനെ കുറിച്ച്. ആ തുര്യൻ എന്താണ്? ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആ തുര്യനാണ്. തുര്യനെ കുറിച്ച് ശ്രവിക്കുന്ന ആ ശ്രോതാവിന്റെ സ്വരൂപം ആത്മാവെന്ന്. തുര്യനെ മനസ്സിലാക്കാൻ, തുര്യനെ തിരിച്ചറിയാൻ വേണ്ടി ഒരുവൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിലൂടെ അവന് കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല. എന്തുകൊണ്ടത് അവന്റെ സ്വരൂപമായി. അവന്റെ തോളിൽ തനിക്ക് കയറാൻ ഒക്കട്ടെ, ഇത്ര അഭ്യാസം പഠിച്ചാലും. അതുകൊണ്ട് തുര്യനെ കുറിച്ച് ഇത്രയും വിശദീകരിച്ചതിന് ശേഷം അവസാനം പറയുന്നത് എന്താണ്? അത് ആത്മാവാണ്, അതിന്റെ സ്വരൂപമാണ്. ആത്മാവിന്റെ സ്വരൂപമാണ്. അത് വിജ്ഞേയ എന്ന് പറയുന്നത് അത് അറിയേണ്ടവനാണ്. അറിയേണ്ടവനാണെന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനെ അറിയിക്കുകയായിരുന്നു. ശ്രുതി അല്ലെങ്കിൽ ശ്രുതി. ഇനി എന്താ ഇതിൽ അറിയാനിരിക്കുന്നത്? ശ്രുതി അല്ലെങ്കിൽ ഒരു ഇതിനെ ബോധ്യപ്പെടുത്തുമ്പോൾ ബോധ്യപ്പെട്ടവനാണ്. പിന്നെ ഇത് അറിയേണ്ടതായിട്ടൊന്നും. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വിജ്ഞേയനെന്നിവിടെ പറഞ്ഞത്? ഒരു ഭാഷകാരടുത്ത് സമാനം പ്രതീയമാന തർക്ക ഭൂചിത്ര ദണ്ഡാദി വ്യതിരിക്ത യഥാരജു തഥാ തത്വമസി ഇത്യാദി വാക്യാർത്ഥം ആത്മാ ശ്രുതി ഇതുവരെ ബോധ്യപ്പെടുത്തിയത് ബോധ്യപ്പെട്ടെങ്കിൽ ഭാഷകാരൻ വീണ്ടും പിന്നെ ഇവിടെ വിജ്ഞേയമായിട്ടുണ്ട്. എന്നാലും വിജ്ഞേയൻ എന്തുകൊണ്ട് പറയുന്നു? നീ ഇത് അറിയാതിരുന്നിടത്തോളം കാലം നിനക്കിത് വിജ്ഞേയനായിരുന്നു. വിജ്ഞേയനെന്ന് അറിയേണ്ടവനായിരുന്നു.
തുരിയ തത്വത്തെക്കുറിച്ച് നീ ശ്രവിക്കുന്നത് വരെ നിനക്ക് വിജ്ഞേയനായിരുന്ന ഏതാണോ അതാണിപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടത് എന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. അല്ല ഇനിയും ഇത് അറിയേണ്ടതാണ് എന്ന് ധരിക്കരുതെന്ന്. മാതാവ് ജ്ഞാനം ജ്ഞേയം എന്ന് പറയുന്ന ഈ അനുഭവ തലത്തിന് അതീതമായ ഒന്നാണ്. അതൊരിക്കലും അറിയപ്പെട്ടതായിട്ട് നിൽക്കത്തില്ല, അറിയേണ്ടതായി നിൽക്കത്തില്ല. വിദിതാത് അവിദിതാദപി സംശയിക്കുന്നു. അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ്. അതുകൊണ്ട് ഇത് വിജ്ഞേയനാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇതുവരെ ശ്രുതിയുടെ ഉപദേശം കേൾക്കുന്നതുവരെ ഇത് നീ ധരിച്ചിരുന്നു എന്താണ് അറിയപ്പെടേണ്ട ഒന്നാണെന്ന്. ശ്രുതി പറഞ്ഞ് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മനസ്സിലാക്കണം എന്താണ് ഇതങ്ങനെ അറിയപ്പെടേണ്ട ഒന്നല്ല, അറിവ് തന്നെയാണ്. അറിവെങ്ങനെ അറിയപ്പെടേണ്ടതായിട്ട് മാറും? അത് കർത്താവ് കർമ്മം ക്രിയ എന്നിവിടെ, മാതാവ് ജ്ഞാനം ജ്ഞേയം എന്നിവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ്. ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കണം. പ്രതീയമാന ഛിദ്ര ദണ്ഡാദി വ്യതിരിക്ത യഥാർത്ഥം. ഏകനായ തുര്യനിൽ എന്തുവരുന്നു? ശിഷ്യനും തൈജസ്സനും പ്രാചീനമെല്ലാം ഉണ്ടാകും. ഒന്നിൽ പല ക്രമങ്ങളും ഉണ്ടാകും. ഏകമായിരിക്കുന്ന രജ്ജുവിലൊന്നുണ്ടായി, ആദ്യം കണ്ടപ്പോൾ അത് സർപ്പമായി പോകും. വേറൊരു അവിടെ തന്നെ കണ്ടപ്പോൾ എന്താണ്? ഭൂഛിദ്രമായി. അങ്ങനെ ഇതിൽ അവിടെ ഒരു ഘടമുണ്ടായിരുന്നു, ഒരു കാല് അങ്ങനെ ഉണ്ടായിരുന്നു. വയലും മറ്റും നീലടിച്ചിങ്ങനെ വെടിച്ചു തീരും. അങ്ങനെ ചിത്രവും ഭൂമിയിലുണ്ടാകുന്ന ചിത്രം അതുപോലെ തന്നെ വേറെ കണ്ടപ്പോൾ എന്താണ്? അതൊരു വടിയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇവിടെ 3 ഇത് കൊടുക്കുകയാണ്: സർപ്പം, ചിത്രം, ദണ്ഡം. അതുപോലെ പലതുമാണ്. അവരിവിടെയും 3 അനുഭവങ്ങൾ: വിശ്വൻ, തൈജസ്സും, പ്രാണൻ. ഒന്നിൽ തന്നെ പോകും. ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രതീയമാനം വർത്തമാനം ഇപ്പോൾ ഈ കാലത്ത് ഇതിൽ നിന്നും വ്യതിരിക്ത യഥാർത്ഥ. ഇതൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്നു തിരിയൻ. അതാണ് വേറെ ഒരവസ്ഥയിലോ വേറെ ഒരു കാലത്തിലോ ഒന്നുമല്ല, ഇപ്പൊ തന്നെ പ്രതീയമാണെന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിലെ പ്രയോഗമാണ്. അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരിലാണോ ഇത് അനുഭവപ്പെടുന്നത്, ഏതൊരു രജ്ജുവിലാണോ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി സർപ്പവും ദണ്ഡവുമെല്ലാം അനുഭവപ്പെടുന്നത്, അതുപോലെ തത്വമസി ഇത്യാദി വാക്യാർത്ഥ. ഇവിടെ എന്താണ്? മറ്റു പല ഭാഷയിലൂടെയും വേറെ ശുദ്ധിയിൽ തത്വമസി എന്ന് കിട്ടും. അതിന്റെ അർത്ഥം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ആത്മാ ദുഷ്ടാവായും അദുഷ്ടാവായും അറിയിക്കുന്നു. നദി ദൃഷ്ടേ വിവരലോകോ വിദ്യതേ. ദൃഷ്ടാവ് അതിനുള്ള വിശ്വതൈസ പ്രാചീനന്മാർ ഏതൊരു ദൃഷ്ടാവിലാണോ നിലനിൽക്കുന്നത്, ഏതൊരുവനാണോ ഇതിനെ അനുഭവിക്കുന്നത്, വിശ്വനല്ല വിശ്വനെ അറിയുന്നത്. വിശ്വനെ അറിയുന്ന വേറൊരുവനുണ്ട്, അവനാണ് വിശ്വനെയും തൈജസ്സിനെയും പ്രാചീനെയും അറിയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെതിരെ വ്യതിചാര. വിശ്വനാണ് വിശ്വനെ അറിയുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? തൈജസ്സിനോടെ വിശ്വന്റെ തൈജസ്സിനെ ഒരാൾ അറിയുന്നു. പ്രാജ്ഞനും അവിടെ വിശ്വനും തൈജസ്സിനുമുണ്ട്, അതിനെയും ഒരാൾ അറിയുന്നു. അല്ലെങ്കിൽ ഒരറിവിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്ന ഏകമായ അറിവ്, അതിന് നാശം. അതാണ് ദ്രഷ്ടു ദൃഷ്ടി. ആ ദൃഷ്ടാവിന്റെ വിശ്വതൈസ പ്രാജ്ഞന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൃഷ്ടാവ് തുര്യന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ്. അത് ശൂന്യമല്ല,
ജഡമല്ല, മറ്റത് അറിവാണ്, ബോധമാണ്, പ്രകാശമാണ്. ഇതിനെല്ലാം പ്രകാശിപ്പിക്കും. അതിന് മാറ്റം വരുന്നുണ്ടല്ലോ. വിപരീത ലോകം സംഭവിക്കുന്നു, മാറ്റം വരുന്നു. വിജ്ഞാതിന് വിപരീലോകം അവിനാശിത്വ എന്ന് പറഞ്ഞതിന് ശേഷം ജനകയാജ്ഞയുടെ സംഭാഷണത്തിൽ പറയുന്ന കാര്യമാണിത്. ഇത്യാദി പുരുഷ ഇങ്ങനെ പറഞ്ഞ് യേസ വിജ്ഞേയ അങ്ങനെ അറിയപ്പെടേണ്ടവൻ. അറിയപ്പെടേണ്ടവനെന്ന് വെച്ചാൽ ഇനി അത് അറിയാനില്ല, അറിഞ്ഞ് കളയാമെന്ന് കരുതിയും വേണ്ട. എന്തുകൊണ്ട്? ഇത് ഭൂതപൂർവഗത്യ അജ്ഞനോട് പറയുകയാണ്. അജ്ഞന്റെ അവസ്ഥയിൽ അവൻ കരുതുന്നു എന്ന് പറയുകയാണ്. ഇത് അറിയപ്പെടേണ്ടതാണെന്ന്. ഇത് അറിയപ്പെടേണ്ടതല്ല. ഇത് സ്വയം അറിവായതുകൊണ്ട്, സ്വയം പ്രകാശമായതുകൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വിശദീകരിക്കുന്നു. ജ്ഞാതേ ദ്വൈതാഭാവം ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. അത് ബോധ്യപ്പെട്ടാൽ പിന്നെ ദ്വൈതം അവിടെ ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും ഇല്ല. അതാണ് ദ്വൈതം. അറിയുന്നത്, അറിവ്, അറിയപ്പെടുന്നവർ അതില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വിജ്ഞേയമായ ഒരു ആത്മാവില്ല. അതൊക്കെ ആ കേൾക്കുന്നവന്റെ അജ്ഞാനത്തെ കണക്കിലെടുത്തുകൊണ്ട് അവനെ നിന്ന നിലയിൽ നിന്ന് അല്പം മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നതാണ് വിജ്ഞേയം. അവിടെയൊന്നും വാച്യാർത്ഥത്തെ എടുക്കരുതെന്ന്. ഒന്നുകൂടെ വാച്യാർത്ഥത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നു. അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് ബോധ്യപ്പെടാം, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഭാഷകാരന് ആ രീതിയിലാണ് ശ്രമിക്കുന്നത്. ശ്രുതി കുറച്ച് പദങ്ങളെ ഉപയോഗിക്കുന്നു. കുറച്ച് പദങ്ങളിൽ നിന്നും നമുക്കൊന്നും പിടികിട്ടില്ല. കാരണം എന്തുകൊണ്ട്? വാച്യാർത്ഥമല്ല അവിടെ, ലക്ഷ്യമാണ്. ലക്ഷ്യത്തെ കൂടുതൽ പദങ്ങളിലൂടെ വിശദീകരിക്കേണ്ടി വരുന്നതാണ് ഭാഷകാരൻ. അതും നമുക്ക് പിടികിട്ടാതെ വരുമ്പോൾ അതിനുവേണ്ടി വീണ്ടും കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ധാരണാശേഷിയുടെ പോരായ്മയാണ്. കൂടുതൽ കൂടുതൽ പദങ്ങൾ നമുക്ക് ആശ്രയിക്കുന്നത്. അവിടെ ആശ്രയിക്കുന്നിടത്തെല്ലാം എന്താണ്? വാക്യാർത്ഥത്തെ അല്ല, അതിന്റെ ലക്ഷ്യത്തെയാണ്, താല്പര്യത്തെയാണ്. അതിന്റെ ആത്മാവിജ്ഞേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് അറിയേണ്ട ഒരു വസ്തുവാണെന്ന് ധരിക്കരുത്. അജ്ഞനെ അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം ഇതിനപ്പുറമാണ്. സർവാധാരമായിരിക്കുന്നതാണ്, പ്രകാശസ്വരൂപത്തിലിരിക്കുന്നതാണ്. അതിലിരുന്നെല്ലാം നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ് ശരിയായ തത്വബോധം.